ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കർട്ടൻ വോളിലേക്ക് ഒരു ഗ്ലാസ് പാനൽ ഡോർ എങ്ങനെയാണ് എംബഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിലൊരു മോഡലുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ കർട്ടൻ പാനൽസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രിഡുകളൊന്നും ഇല്ലാത്ത ഒരു കർട്ടൻ വോൾ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാനൊരു ഗ്ലാസ് പാനൽ ഡോർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അതിന് നമ്മൾ ഗ്രിഡുകൾ പ്ലേസ് ചെയ്യണം. ഗ്രിഡ് പ്ലേസ് ചെയ്തിട്ട് കർട്ടൻ വോളിനെ കൃത്യമായിട്ടുള്ള അകലത്തിൽ ഡിവൈഡ് ചെയ്യണം. അതിനായി അതിൻ്റെ എലിവേഷൻ വ്യൂ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആർക്കിടെക്ചറൽ ടാബിൽ നിന്ന് നമുക്ക് കർട്ടൻ ഗ്രിഡ് ഉണ്ട്. കർട്ടൻ ഗ്രിഡ് സെലക്ട് ചെയ്യുക. കർട്ടൻ ഗ്രിഡ് സെലക്ട് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കർട്ടൻ ഗ്രിഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വെർട്ടിക്കലായിട്ട് കൃത്യമായിട്ട് നടുക്ക് ഒരു കർട്ടൻ ഗ്രിഡ് പ്ലേസ് ചെയ്തു. അതിനുശേഷം വലത് സൈഡിലും ഇടത് സൈഡിലും ഓരോന്ന് പ്ലേസ് ചെയ്തു. ദെൻ ഞാനിതിൻ്റെ സ്പേസിങ് ഒരു 90, അതേപോലെ ലെഫ്റ്റ് സൈഡിലും അതിൻ്റെ സ്പേസിങ് 90 ആക്കി കൊടുത്തു. അതിനുശേഷം കർട്ടൻ ഗ്രിഡ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ വെർട്ടിക്കലിൽ മാറ്റിയിട്ട് ഹൊറിസോണ്ടലായിട്ടുള്ള കർട്ടൻ ഗ്രിഡ് കൂടെ പ്ലേസ് ചെയ്തു. 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഈ നടുക്കത്തത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്കിത് ഈ ഫ്രണ്ട് എൻട്രി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രിഡിനിടയ്ക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു പാനലിനകത്ത് വേണം എനിക്ക് ആ ഒരു കർട്ടൻ വോൾ പാനലിനകത്തുള്ള ആ ഡോർ എംബഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിനായിട്ട് 3D വ്യൂ ഇട്ട് വീണ്ടും അതിനുശേഷം ഈ ഒരു പാനലിനെ സെലക്ട് ചെയ്യാനായിട്ട് കീബോർഡിലെ ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം ചിലപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാനലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു കർട്ടൻ വോൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഡോറിനെ ഇതിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് എഡിറ്റ് ടൈപ്പിൽ പോവുക. അതിനുശേഷം അതിൻ്റെ ഫാമിലി ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സിസ്റ്റം പാനലിൽ നിന്നായിരിക്കും. അതിൻ്റെ നേരെയുള്ള ലോഡ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമ്പോണൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നിടത്തുള്ള കർട്ടൻ വോൾ പാനൽസ് എന്ന ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുക. അതിൽ പല ടൈപ്പിലുള്ള കർട്ടൻ വോൾസ് കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഗ്ലാസ് ഡോർസ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡോർ ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രിവ്യൂ കാണും. നമുക്ക് ആവശ്യമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് നമുക്കതിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡോറിനെ സെലക്ട് ചെയ്തു, അതിനെ ഓപ്പൺ ചെയ്തു. പക്ഷേ അത് ഇതിലേക്ക് ലോഡായി കഴിയുമ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, അത് ലോഡായിട്ടുണ്ട്. ആ ലോഡായി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അത് നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് ആ ഒരു ഡോറ് എംബഡ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് ഒരു കർട്ടൻ വോളിലേക്ക് ഒരു ഗ്ലാസ് ഡോറിനെ എംബഡ് ചെയ്ത് കൊടുക്കുന്നത്.